ചിലപ്പോ ഇതൊക്കെ ആയിരിക്കും ഇപ്പോഴത്തെ കോളേജ്. എനിക്കെന്തോ ഒന്നും അങ്ങോട്ട് ടീച്ചർ ഇരിക്കേ. ഈശ്വര, ഇപ്പൊ നേരം വൈകി. മൊബൈലാണെങ്കിൽ ചാർജും ഇല്ല. ഇന്ന് ശിവദാസനെ ഇവിടുന്ന് ജയിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. മഹി ഒന്ന് സൈൻ ചെയ്യണം. ഈ അവസ്ഥയിലിപ്പോ എത്ര നാളെന്ന് വെച്ചാ ഇനി ഈ അവസ്ഥ മാറുമെന്ന് തോന്നുന്നില്ല. പോരാത്തതിന് ജയിൽ ഐ ജിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട്. ഇതാ സൈൻ ചെയ്. ചിന്നു സുഖമായിട്ടിരിക്കുന്നു ദാസേട്ടാ. ഇപ്പോ LLBക്ക് പഠിക്കാൻ പോയിരിക്കുക. ഇന്ന് കോളേജിൽ പ്രധാനപ്പെട്ട ക്ലാസ് ഉണ്ട്. മിസ്സാക്കണ്ടെന്ന് ഞാനാ പറഞ്ഞത്. അതാ വരാത്തത്. അതേതായാലും നന്നായി. പോട്ടെ. ഞാൻ രാവിലെ ഇവിടുന്ന് പോയപ്പോ കണ്ട സീത അല്ലല്ലോ. ശ്വാസമുട്ടൊക്കെ മാറിയോ? പറയാം, ഇരിക്കേ. ചിന്നുന്റെ കോളേജിനെ കുറിച്ചാണ് അറിയേണ്ടതല്ലേ? ഞാൻ ചെന്ന് കണ്ടു. വളരെ മനോഹരമായൊരു കോളേജാ. നല്ല കുട്ടികള്. നമ്മുടെ ചിന്നു നല്ല സന്തോഷത്തോടെ അവിടെ ഇരുന്ന് പഠിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് സീതയുടെ സമാധാനം കൂടി കെടുത്തുന്നത് എന്തിനാ? പാവം, സന്തോഷിച്ചോട്ടെ. ചിന്നു ഇല്ലാത്തോണ്ട് ഒറ്റയ്ക്ക് ജോലി ചെയ്യണ്ട, നീയും കൂടി വന്ന് സഹായിക്കാന്നോ? അതെ, ഇന്ന് ഏതായാലും അതൊന്നും വേണ്ട. നിന്റെ അസുഖമൊക്കെ പൂർണ്ണമായിട്ട് മാറട്ടെ, അതിനുശേഷം മതി സഹായമൊക്കെ. നിനക്കുള്ള ആഹാരം സമയമാകുമ്പോ ഞാൻ കൊണ്ടുവന്ന് തരാം. ഇപ്പോ നീ സന്തോഷായിട്ടിരിക്കെ. എന്താ ചന്ദ്രമ്മേ, എന്താ മുഖം പാടിയിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല മോനെ. എന്തിനാ ചന്ദ്രമ്മ എന്നോട് കള്ളം പറയുന്നേ? ഈ മുഖം ഒന്ന് പാടിയാ എനിക്കത് നന്നായിട്ട് അറിയാം. എന്തു പറ്റി? അമ്മ വഴക്കൊല്ലം പറഞ്ഞോ? അതോ ഉപദ്രവിച്ചോ?
ആ, ഇല്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ ഈ മുഖം ഇങ്ങനെ വാടിയിരിക്കാൻ കാരണം എന്താ? ഒന്നുമില്ല മോനെ, മോന് വെറുതെ തോന്നുന്നതാ. ചന്ദ്രാമ്മയ്ക്ക് പറയാൻ മനസ്സിലേക്ക് പറയണ്ട. അല്ലെങ്കിൽ തന്നെ എല്ലാ കാര്യവും എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാനാരാ ചന്ദ്രാമ്മയുടെ? എപ്പോഴും പറയും നീ എൻ്റെ മോനെ പോലെ എന്നൊക്കെ. പറച്ചില് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി. അതെങ്ങനെയാ? മകനല്ലല്ലോ. മോനെ, അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ പറയാം. വേറൊന്നുമല്ല, ഇപ്പൊ തോന്നുന്നു ചിന്നുനെ ആ കോളേജിൽ പഠിക്കാൻ വിടണ്ടായിരുന്നു എന്ന്. അതെന്താ ചന്ദ്രാമ്മ അങ്ങനെ ഒരു തോന്നല്? എന്റെ ചിന്നുമോള് അവിടെ ആകെ സങ്കടപ്പെടുന്നുണ്ടോന്ന് ഒരു സംശയം. ചന്ദ്രാമ്മയ്ക്ക് അങ്ങനെ തോന്നണമെങ്കിൽ അതിനൊരു കാരണം കാണുമല്ലോ. അതെന്താണെന്നാ ഞാൻ ചോദിച്ചത്. ചന്ദ്രാമ്മ ധൈര്യമായിട്ട് പറഞ്ഞോ. ഇതാരാ വേറൊരു ദരിദ്രവാസി? കുറെ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സംസ്കാരം വേണം, സംസ്കാരം. നീ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നതാ നിന്റെ സംസ്കാരം. സംസ്കാരം ഉണ്ടാവണമെങ്കിലേ പണം ഉണ്ടാവണം, പണം. ചിലപ്പോ ഇതൊക്കെ ആയിരിക്കും ഇപ്പോഴത്തെ കോളേജ്. എനിക്കെന്തോ ഒന്നും അങ്ങോട്ട് മോൻ എങ്ങോട്ടാ? കേറിയിരിക്കൂ. ദക്ഷേ, അവൾ എത്തി. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ സ്റ്റുഡൻസ്, സീ യു ടുമോറോ. ബൈ. ഇനിയാണ് ട്വിസ്റ്റ്. ഓർക്കുമ്പോ തന്നെ ആകെ ഒരു ത്രില്ല.